നമ്മൾ വളരെ ടേസ്റ്റിയായ ഒരു ഇഫ്താർ സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യുന്നത്. കിളിക്കൂട് നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, നന്നായി ഇളക്കി കൊടുക്കുക. 3 സവാള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. മസാല നന്നായി വഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി വേവിച്ചുടച്ച ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ചിക്കൻ വേവിച്ച് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതാണ്. ഇത് കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈറ്റ് വേണം. ബ്രെഡ് ക്രംസിന് അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. മസാല ഒരു ബോൾസാക്കാൻ പറ്റിയ ടൈറ്റിന് വേണ്ടുന്നത് ചേർത്താൽ മതി. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് തടവി ചെറിയ ബോൾസാക്കി എടുക്കുക. ഓരോ ബോൾസും കയ്യിൽ നെയ്യ് തടവി ഇങ്ങനെ പരത്തി നടുവിൽ മുട്ട വെച്ച് റോൾ ചെയ്തെടുക്കുക. ഇതുപോലെ ആക്കിയെടുക്കുക. ഇനി ബാക്കിയെല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം. ഇവിടെ കിളിക്കൂട് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് അതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഓരോ ബോൾസും മുട്ടയിൽ മുക്കി സേമിയം ചെറുതായി പൊടിച്ചതിൽ മുക്കി നന്നായി റോൾ ചെയ്ത് നന്നായി ഉരുട്ടി ഓരോന്നായി ഇങ്ങനെ ചെയ്ത് വെക്കുക. കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ കിളിക്കൂട് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.